ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള PSC ടോക്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിലെ ഡിസംബർ മാസത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പൊതുവിജ്ഞാന ദർപ്പണം എന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒരു 10-70 ക്വസ്റ്റ്യൻസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനി വരുന്ന 10th പ്രിലിംസിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് PSC ബുള്ളറ്റിൻ ഡിസംബർ മാസത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം, ഓരോന്നായി നോക്കാം. ഒന്നാമത്തേത്, റൂർക്കേല സ്റ്റീൽ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജർമ്മനിയാണ് കേട്ടോ. എന്താണ്? റൂർക്കേല സ്റ്റീൽ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ജർമ്മനിയാണ്. ഓക്കെ. രാഷ്ട്രീയാധികാരം തോക്കിൻ കുഴലിലൂടെ എന്ന് പറഞ്ഞ നേതാവ് ആരാണ്? മാവോ സേതുങ് ആണ് കേട്ടോ. മാവോ സേതുങ് ആണ്. രാഷ്ട്രീയാധികാരം തോക്കിൻ കുഴലിലൂടെ എന്ന് പറഞ്ഞ നേതാവ് ആരാണ്? മാവോ സേതുങ് ആണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിന്റെ ജീവശ്വാസം എന്ന് പറഞ്ഞതാരാണ്? അരവിന്ദ ഘോഷാണ് കേട്ടോ. എന്താണ്? രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിന്റെ ജീവശ്വാസം എന്ന് പറഞ്ഞത് അരവിന്ദ ഘോഷാണ്. രാജസ്ഥാനിലെ പ്രസിദ്ധമായ ഒരു തടാകമാണ് ഇത്, പുഷ്കർ തടാകം. രാജസ്ഥാനിലെ പ്രസിദ്ധമായ തടാകമാണ് പുഷ്കർ തടാകം. ഓക്കെ, അപ്പോ പുഷ്കർ തടാകം സ്ഥിതി ചെയ്തത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിലാണ്. ഓക്കെ. അടുത്തത്, രാജസ്ഥാനിലെ ഏക ഹിൽ സ്റ്റേഷൻ ഏതാണ്? മൗണ്ട് അബു ആണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം, രാജസ്ഥാനിലെ ഏക ഹിൽ സ്റ്റേഷൻ ആണ് മൗണ്ട് അബു. രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നല്ല, രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവും എന്നതാണ് ചിന്തിക്കേണ്ടത്. ഇപ്രകാരം പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ജോൺ എഫ് കെനഡി ആണ് കേട്ടോ. ജോൺ എഫ് കെനഡി ആണ്. ഓക്കെ, രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നല്ല, രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവും എന്നാണ് ചിന്തിക്കേണ്ടത്. ഇപ്രകാരം പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ജോൺ എഫ് കെനഡി. ഓക്കെ. രാമേശ്വരം ദ്വീപിനെ ഇന്ത്യൻ ഉപദ്വീപുമായി വേർതിരിക്കുന്നത് പാമ്പൻചാലാണ് കേട്ടോ. പാമ്പൻചാലാണ്. രാമേശ്വരം ദ്വീപിനെ ഇന്ത്യൻ ഉപദ്വീപുമായി വേർതിരിക്കുന്നത് പാമ്പൻ ചാനലാണ്. ഓക്കെ. അടുത്തത്, ലാ മറാബ്ലെ എന്ന ഫ്രഞ്ച് നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാരാണ്? നാലാപ്പാട്ട് നാരായണ മേനോനാണ്. ഓക്കെ, നാലാപ്പാട്ട് നാരായണ മേനോനാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. എത്ര വർഷത്തിൽ ഒരിക്കലാണ് ഒളിമ്പിക്സ് നടക്കുന്നത്? 4 വർഷം കൂടുമ്പോഴാണ് അല്ലേ. നമ്മുടെ കഴിഞ്ഞ 2024 നമ്മുടെ പാരീസിൽ വെച്ചായിരുന്നു ഒളിമ്പിക്സ് നടന്നത്. അതിന് മുന്നേ ഏതായിരുന്നു? ടോക്കിയോയിൽ വെച്ചിട്ടായിരുന്നു ഒളിമ്പിക്സ് നടന്നത്. ഓക്കെ, 4 വർഷം കൂടുമ്പോഴാണ് നമ്മുടെ ഒളിമ്പിക്സ് നടക്കുന്നത്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീതോപകരണം ഏതാണ്? സാരംഗിയാണ് കേട്ടോ. എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീതോപകരണം സാരംഗിയാണ്. ഓക്കെ. എഡ്വിൻ അർണോൾഡിന്റെ ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയിലെ പ്രതിപാദ്യം ആരുടെ ജീവിതമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീബുദ്ധന്റെ ആണ് കേട്ടോ. ശ്രീബുദ്ധന്റെ ആണ്. ഏറ്റവും കൂടുതൽ വില്ലേജുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഏറ്റവും കൂടുതൽ വില്ലേജുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഏത് നഗരത്തിലാണ് ടൈംസ് സ്ക്വയർ? എവിടെയാണ്? ന്യൂയോർക്കിലാണ് കേട്ടോ. ഏത് നഗരത്തിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂയോർക്കിലാണ്. ഒന്നാം ഭൗമ ഉച്ചകോടിയുടെ വേദി ഏതാണ്? ഒന്നാം ഭൗമ ഉച്ചകോടിയുടെ വേദി റിയോ ഡി ജനീറോ, ബ്രസീലാണ്. ഓക്കെ, റിയോ ഡി ജനീറോ, ബ്രസീലാണ് കേട്ടോ. വൃന്ദാവൻ ഗാർഡൻ ഏത് അണക്കെട്ടിന് സമീപമാണ്? കൃഷ്ണരാജ സാഗർ ആണ് കേട്ടോ. വൃന്ദാവൻ ഗാർഡൻ ഏത് അണക്കെട്ടിന് സമീപമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണരാജ സാഗർ ആണ്. ഓക്കെ. ഏത് നദിയുടെ പോഷക നദിയാണ് ചമ്പൽ? യമുന നദിയുടെ പോഷക നദിയാണ് ചമ്പൽ. ഓക്കെ, യമുന നദിയുടെ പോഷക നദിയാണ് ചമ്പൽ. അതുപോലെ തന്നെ ബ്രഹ്മപുത്ര ഏത് നദിയുടെ പോഷക നദിയാണ്? ലോഹിത്. ഓക്കെ, ഏത് നദിയുടെ പോഷക നദിയാണ് ലോഹിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര. ഓക്കെ. അതുപോലെ തന്നെ ഏത് നദിയുടെ പോഷക നദിയാണ് തീസ്ത? ബ്രഹ്മപുത്രയാണ് കേട്ടോ. ഏത് നദിയുടെ പോഷക നദിയാണ് തീസ്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ബ്രഹ്മപുത്രയാണ്. ഓക്കെ. ഏത് നദിയുടെ തീരത്താണ് ഈഫിൽ ടവർ? ഏതാണ്? സെയിൻ ആണ് കേട്ടോ. സെയിൻ ആണ്. ഏത് നദിയുടെ തീരത്താണ് ഈഫിൽ ടവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിൻ ആണ്. ഏത് നദിയുടെ തീരത്താണ് കോട്ടയം? മീനച്ചിലാണ് കേട്ടോ. മീനച്ചിൽ നദിയുടെ തീരത്താണ് കോട്ടയം.
വൃദ്ധഗംഗ എന്ന് വിളിക്കപ്പെടുന്ന നദിയാണ് ഗോദാവരി. വൃദ്ധഗംഗ എന്ന് വിളിക്കപ്പെടുന്ന നദിയാണ് ഗോദാവരി. ഏത് രാഷ്ട്രപതിയാണ് ആ സ്ഥാനത്തെത്തും മുമ്പ് കേരള ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്? വി ഗിരിയാണ് കേട്ടോ. വി ഗിരിയാണ്. ഓക്കെ, ഏത് രാഷ്ട്രപതിയാണ് ആ സ്ഥാനത്തെത്തും മുമ്പ് കേരള ഗവർണറായി സേവനമനുഷ്ഠിച്ചത്? വി ഗിരിയാണ്. ഏത് സ്ഥലത്തിന്റെ പഴയ പേരാണ് വെങ്കടകോട്ട? ഏതാണ്? കോട്ടയ്ക്കലാണ് കേട്ടോ. ഏത് സ്ഥലത്തിന്റെ പഴയ പേരാണ് വെങ്കടകോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയ്ക്കലാണ്. ഏത് വൈസ്രോയിക്കാണ് 1900-ലെ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? കേഴ്സൺ പ്രഭുവാണ് കേട്ടോ. കേഴ്സൺ പ്രഭുവാണ്. ഏത് വൈസ്രോയിക്കാണ് ചോദിച്ചു കഴിഞ്ഞാൽ കേഴ്സൺ പ്രഭുവിനാണ് 1900-ലെ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. ഓക്കെ. ഏത് ശൈലിയിലാണ് അജന്ത ഗുഹകളിലെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്? ഫ്രെസ്കോ ആണ് കേട്ടോ. ഏത് ശൈലിയിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രെസ്കോ ശൈലിയിലാണ് അജന്ത ഗുഹകളിലെ, നോട്ടിയ, അജന്ത ഗുഹകളിലെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ഫ്രെസ്കോ ശൈലിയിലാണ്. ഏത് നേതാവിന്റെ ഉപദേശപ്രകാരമാണ് കേളപ്പൻ ഗുരുവായൂരിലെ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഗാന്ധിജിയുടെയാണ് കേട്ടോ. ഏത് നേതാവിന്റെ ഉപദേശപ്രകാരമാണ് കേളപ്പൻ ഗുരുവായൂരിലെ സത്യാഗ്രഹം അവസാനിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെയാണ്. ഏതു പേരിലാണ് സുഭാഷ് ചന്ദ്രബോസ് വേഷപ്രച്ഛന്നനായി ഇന്ത്യയിൽ നിന്ന് കടന്നത്? മൗലവി സിയാവുദ്ദീന്റെ പേരിലാണ്. ഓക്കെ, ആ വേഷത്തിലാണ് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിൽ നിന്നും കടന്നത്. മൗലവി സിയാവുദ്ദീൻ. ഏത് രോഗമാണ് ലുക്കീമിയ എന്നും അറിയപ്പെടുന്നത്? രക്താർബുദമാണ് കേട്ടോ. രക്താർബുദം ലുക്കീമിയ എന്നും അറിയപ്പെടും. ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ഗായകനാണ് ആര്? യേശുദാസ്. ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ഗായകനാണ് യേശുദാസ്. ഓപ്പൺ ഹാൻഡ് മോണുമെന്റ് എവിടെയാണ്? ചണ്ഡീഗഡ് ആണ് കേട്ടോ. ഓപ്പൺ ഹാൻഡ് മോണുമെന്റ് എവിടെയാണ്? ചണ്ഡീഗഡ് ആണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് കരസേനാ തലവനായിരുന്നതാരാണ്? ജനറൽ AS വൈദ്യ. ഓക്കെ, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് കരസേനാ തലവനായിരുന്നതാരാണ്? ജനറൽ AS വൈദ്യ. ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ്. വാസ്കോഡ ഗാമ വൈസ്രോയിയായി കേരളത്തിലെത്തിയ വർഷം AD 1524 വാസ്കോഡ ഗാമ വൈസ്രോയിയായി കേരളത്തിലെത്തിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ AD 1524 ഓക്കെ. വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്നത് ഫ്യൂജിയാമ. വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്നത് ഫ്യൂജിയാമ. സാഫ് ഗെയിംസിന്റെ പുതിയ പേരെന്താണ്? സൗത്ത് ഏഷ്യൻ ഗെയിംസ് ആണ് കേട്ടോ. സാഫ് ഗെയിംസ് ആയിരുന്നു പഴയ പേര്. ഇപ്പോഴത്താണ് സൗത്ത് ഏഷ്യൻ ഗെയിംസ് ആണ്. സാന്താക്രൂസ് വിമാനത്താവളം എവിടെയാണ്? മുംബൈയാണ്. സാന്താക്രൂസ് വിമാനത്താവളത്തിന്റെ പേര് ശ്രദ്ധിക്കുക. സാന്താക്രൂസ് വിമാനത്താവളം എവിടെയാണ്? മുംബൈയിലാണ്. സാഞ്ചി സ്തൂപം ഏത് സംസ്ഥാനത്താണ് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശിലാണ്. സാഞ്ചി സ്തൂപം ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. സാഞ്ചി സ്തൂപം നിർമ്മിച്ചത് ആരാണ്? അശോകനാണ് കേട്ടോ. സാഞ്ചി സ്തൂപം നിർമ്മിച്ചത് അശോകനാണ്. സാൻ ഫ്രാൻസിസ്കോയിൽ ഗദ്ദർ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? ലാലാ ഹർദയാൽ ആണ് കേട്ടോ. സാൻ ഫ്രാൻസിസ്കോയിൽ ഗദ്ദർ പാർട്ടിക്ക്, പേര് നോട്ടിയ, ഗദ്ദർ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലാ ഹർദയാലാണ്. ലാലാ ഹർദയാലാണ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നത് ആരാണ്? സ്റ്റീഫൻ പാദുവയാണ് കേട്ടോ. സ്റ്റീഫൻ പാദുവ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നത് ആരാണ്? സ്റ്റീഫൻ പാദുവയാണ്. കേരള നിയമസഭയിലേക്ക് ആദ്യ ഉപരിതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ഏതാണ്? ദേവികുളമാണ് കേട്ടോ. കേരള നിയമസഭയിലേക്ക് ആദ്യ ഉപരിതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ ദേവികുളം മണ്ഡലമാണ്. ഓക്കെ. കേരള പരാമർശമുള്ള ആദ്യത്തെ ശിലാരേഖ ഏതാണ്? അശോകന്റെയാണ് കേട്ടോ. അശോകന്റെയാണ്. കേരള പരാമർശമുള്ള ആദ്യത്തെ ശിലാരേഖ അശോകന്റെയാണ്. കേരള മീഡിയ അക്കാദമിയുടെ, മുമ്പ് കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. കാക്കനാടാണ് കേട്ടോ. കേരള മീഡിയ അക്കാദമിയുടെ പഴയ പേരെന്തായിരുന്നു? കേരള പ്രസ് അക്കാദമി. ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കാക്കനാടാണ്. ഓക്കെ.
കേരള നിയമസഭയുടെ ചരിത്രത്തിലെ പാസായ ഏക അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് P.K. കുഞ്ഞാണ് കേട്ടോ. P.K. കുഞ്ഞാണ്. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ പാസായ ഏക അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതാരാണ്? P.K. കുഞ്ഞാണ്. കയർഫെഡിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയാണ് കേട്ടോ. കയർഫെഡിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയാണ്. അടുത്തത് കരബന്ധ രാജ്യങ്ങളില്ലാത്ത ഏക വൻകര വടക്കേ അമേരിക്കയാണ്. കരബന്ധ രാജ്യങ്ങളില്ലാത്ത ഏക വൻകര ചോദിച്ചു കഴിഞ്ഞാൽ വടക്കേ അമേരിക്കയാണ് കേട്ടോ. വടക്കേ അമേരിക്കയാണ് കരബന്ധ രാജ്യങ്ങളില്ലാത്ത ഏക വൻകര. കരഭാഗം മുഴുവൻ സെനഗൽ എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട രാജ്യം ഗാംബിയാണ് കേട്ടോ. കരഭാഗം മുഴുവൻ സെനഗൽ. ഓക്കെ, സെനഗൽ എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട രാജ്യം ഗാംബിയാണ്. കരയാതെ കണ്ണീരൊഴുക്കുന്ന ജീവി ഏതാണ്? സീലാണ് കേട്ടോ. കരയാതെ കണ്ണീരൊഴുക്കുന്ന ജീവിയാണ് സീല്. ഓക്കെ. കരയിലെ കശേരുകളിൽ ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഏതാണ്? ഒട്ടകപക്ഷിയാണ് കേട്ടോ. ഒട്ടകപക്ഷിയാണ്. കഴുത്തിന്റെ നീളം ഏറ്റവും കൂടുതലുള്ള ജീവി നമുക്ക് എല്ലാവർക്കും അറിയാം, ജിറാഫാണ്. കഴുത്തിന്റെ നീളം ഏറ്റവും കൂടുതലുള്ള ജീവി ജിറാഫാണ്. ശാന്ത സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാല് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനാമ കനാലാണ് കേട്ടോ. പനാമ കനാലാണ്. ശാന്ത സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാൽ ഏതാണ്? പനാമ കനാലാണ്. ക്യാരറ്റ് ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ്. ഓക്കെ, ജീവകം എ. കാറൽ മാർക്സിനെ മറവ് ചെയ്ത സ്ഥലം ഏതാണ്? ലണ്ടൻ ആണ് കേട്ടോ. കാറൽ മാർക്സിനെ മറവ് ചെയ്ത സ്ഥലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലണ്ടൻ ആണ്. കാറൽ മാർക്സിനെ മറവ് ചെയ്ത സ്ഥലം ലണ്ടൻ ആണ്. കാളിദാസ സമ്മാനം നൽകുന്നത് ഏത് സംസ്ഥാന സർക്കാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശ് ആണ് കേട്ടോ. കാളിദാസ സമ്മാനം നൽകുന്നത് മധ്യപ്രദേശ് ആണ്. കാളിദാസ സമ്മാനം നൽകുന്നത് ഏത് സംസ്ഥാന സർക്കാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശ് സർക്കാരാണ്. ഓക്കെ. ശാസ്ത്രജ്ഞന്മാരുടെ വൻകര എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്ക. ശാസ്ത്രജ്ഞന്മാരുടെ വൻകര എന്നറിയപ്പെടുന്നത് ഏതാണ്? അന്റാർട്ടിക്കയാണ്. കിഴക്കൻ പാകിസ്ഥാന് ബംഗ്ലാദേശ് എന്ന പേരിൽ സ്വതന്ത്ര രാജ്യമായി തീരാൻ ആവശ്യമായ സഹായങ്ങൾ നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? ഇന്ദിരാഗാന്ധി. എന്താണ്? കിഴക്കൻ പാകിസ്ഥാന് ബംഗ്ലാദേശ് എന്ന പേരിൽ സ്വതന്ത്ര രാജ്യമായി തീരാൻ ആവശ്യമായ സഹായങ്ങൾ നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? ഇന്ദിരാഗാന്ധി. കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യമായി തീർന്ന വർഷം ഏതാണ്? 1971 ആണ് കേട്ടോ. 1971. കിഴക്കൻ യൂറോപ്പിലെ സോവിയറ്റ് മേധാവിത്വം ഉദ്ദേശിച്ച് അയൺ കർട്ടൻ എന്ന പ്രയോഗം ആദ്യമായി നടത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ വിൻസ്റ്റൺ ചർച്ചിലാണ് കേട്ടോ. സർ വിൻസ്റ്റൺ ചർച്ചിലാണ്. ഓക്കെ. കിഴക്കൻ യൂറോപ്പിലെ സോവിയറ്റ് മേധാവിത്വം ഉദ്ദേശിച്ച് അയൺ കർട്ടൻ എന്ന പ്രയോഗം ആദ്യമായി നടത്തിയത് ആരാണ്? സർ വിൻസ്റ്റൺ ചർച്ചിലാണ്. കിഴക്കിന്റെ പറുദീസ എന്നറിയപ്പെടുന്നത് ഗോവയാണ്. കിഴക്കിന്റെ പറുദീസ എന്നറിയപ്പെടുന്നത് ഗോവയാണ്. അതുപോലെ തന്നെ കിഴക്കിന്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യം ശ്രീലങ്ക. കിഴക്കിന്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. ശ്രീലങ്കയാണ് കിഴക്കിന്റെ മുത്ത്. കിഴക്കിന്റെ ഓക്സ്ഫഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം പൂനെയാണ്. കിഴക്കിന്റെ ഓക്സ്ഫഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം പൂനെയാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. ഓക്കെ, നമ്മൾ നേരത്തെ കയർഫെഡിന്റെ ആസ്ഥാനം എവിടെ വെച്ചപ്പോൾ ആലപ്പുഴ പറഞ്ഞു. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നതും ആലപ്പുഴയാണ്. ഓക്കെ, കിഴക്കിന്റെ വെനീസ് ആലപ്പുഴ. കിഴാർ നെല്ലി ഏത് രോഗത്തിനെതിരായ ഔഷധമാണ്? മഞ്ഞപ്പിത്തം. കിഴാർ നെല്ലി, പേരിനൊട്ടിയ കിഴാർ നെല്ലി ഏത് രോഗത്തിനെതിരായ ഔഷധമാണ് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തമാണ് കേട്ടോ. മഞ്ഞപ്പിത്തമാണ്. ശിവകുമാർ ശർമ്മയുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തൂറാണ് കേട്ടോ. ശിവകുമാർ ശർമ്മയുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം സന്തൂറാണ്. ശിവസമുദ്രം, ശ്രീരംഗം എന്നീ ദ്വീപുകൾ ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാവേരി നദിയിലാണ് കേട്ടോ. ശിവസമുദ്രം, ശ്രീരംഗം എന്നീ ദ്വീപുകൾ ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാവേരി നദിയിലാണ്. ശിവഗിരിക്ക് ആ പേര് നൽകിയത് ആരാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. ശിവഗിരിക്ക് ആ പേര് നൽകിയത് ശ്രീനാരായണ ഗുരുവാണ്.
ശിവജി നടപ്പാക്കിയ പ്രധാന നികുതികൾ ഏതാണ്? ചൗത്തും സർദേശ് മുഖിയാണ് കേട്ടോ. ചൗത് സർദേശ് മുഖിയുമാണ്. ശിവജിയെ സ്വാധീനിക്കുകയും ആയുധാഭ്യാസം പരിശീലിപ്പിക്കുകയും ചെയ്ത ബ്രാഹ്മണൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാദാജി കൊണ്ടദേവാണ് കേട്ടോ. ദാദാജി കൊണ്ടദേവാണ്. ശിവജിയെ സ്വാധീനിക്കുകയും ആയുധാഭ്യാസം പരിശീലിപ്പിക്കുകയും ചെയ്ത ബ്രാഹ്മണൻ ദാദാജി കൊണ്ടദേവ്. കുമാരനാശാൻ എവിടെ വെച്ചാണ് വീണപ്പൂ രചിച്ചു ചോദിച്ചാൽ പാലക്കാട് ജൈനിമേടാണ് കേട്ടോ. ജൈനിമേട് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാടാണ്. കുമാരനാശാൻ എവിടെ വെച്ചാണ് വീണപ്പൂ വീണപ്പൂ രചിച്ചത് ജൈനിമേടാണ്. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ വധിച്ച വർഷം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AD 1600. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ വധിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ AD 1500. AD 1500 കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ വധിച്ചത്. കടലിലെ ദൂരം അളക്കാനുള്ള ഏകകം ഏതാണ്? നോട്ടിക്കൽ മൈലാണ് കേട്ടോ. കടലിലെ ദൂരം അളക്കാനുള്ള ഏകകം നോട്ടിക്കൽ മൈലാണ്. സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം ഏത് രാജ്യത്തിൻ്റെതാണ് ചോദിച്ചു കഴിഞ്ഞാൽ നെതർലാൻഡ് ആണ് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം ഏത് രാജ്യത്തിൻ്റെതാണ് ചോദിച്ചു കഴിഞ്ഞാൽ നെതർലാൻഡിൻ്റെയാണ്. ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത് ഡോൾഫിൻ ആണ്. ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത് ഡോൾഫിൻ ആണ്. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ലാഫിംഗ് ഗ്യാസ് എന്നാണ് പേര്. ചിരിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ് കേട്ടോ. നൈട്രസ് ഓക്സൈഡ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ PSC ബുള്ളറ്റിലെ പ്രധാന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് 10th പ്രിലിംസ് എക്സാം എനിക്ക് തോന്നുന്നു 11-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.